ശരണ്യ, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കഴിയുന്നത്ര ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആളുകളുമായി ബന്ധം പുലർത്താത്ത സ്ത്രീകളെയൊക്കെ ആണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി ഇടപെടുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പുറത്ത് അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യില്ല എന്നൊരു സാഹചര്യം ആണ് സെബാസ്റ്റ്യന് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന സൂചനയൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ശരണ്യ തന്നെ റോസമ്മയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിട്ടയേർഡ് അധ്യാപികയുടെ പ്രതികരണം വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ശരണ്യ? അഭിലാഷ്, വളരെ നിർണായകമായിരുന്നു ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മ എന്ന വ്യക്തിയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. നമുക്കറിയാം, ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യാതെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് റോസമ്മ എന്ന വ്യക്തി, അതായത് ഐഷയുടെ അയൽവാസിയായ അടുത്ത സുഹൃത്തും ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കാൻ തക്ക അടുപ്പം സെബാസ്റ്റ്യനുമായി വിവാഹം വരെ എത്തി നിൽക്കുന്ന അത്ര അടുപ്പം സെബാസ്റ്റ്യനുമായി ഉണ്ടാവുകയും ചെയ്തിരുന്ന റോസമ്മ ന്യൂസ് 18 മുന്നിലേക്ക് വരുന്നത് നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. അതായത് സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സെബാസ്റ്റ്യന്റെ ഐഷയുടെ വീടിന്റെ പുരയിടം അത് രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത്. പല തവണ ഐഷ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, മിസ്സിംഗ് ആയതിനു ശേഷം വിളിച്ചിരുന്നു. വിളിച്ച ഘട്ടത്തിലൊക്കെ തന്നെയും ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മിണ്ടാതി എന്നുള്ള വിവരവും ഒക്കെ വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സംശയാസ്പദമായി റോസമ്മ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് താൻ നാട്ടിലേക്ക് പോയ ദിവസം ഒരു ദിവസം മുഴുവൻ ഐഷയും സെബാസ്റ്റ്യനും തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്റെ പുരയിടം, അതായത് പുതുതായി വാങ്ങിയ പുരയിടം JCB ഉപയോഗിച്ച് കിളച്ചിരുന്നു എന്നുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. താൻ പറഞ്ഞിട്ടല്ല അത് ചെയ്തത്, ചോദിച്ചപ്പോൾ ആരെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള വ്യക്തമാക്കി. അന്നത്തെ ദിവസം തന്നെ ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ഇടപെടൽ ഇവർക്ക്, കാരണം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനായി ഇരുന്ന ആളുകളാണ്. അതൃപ്തി ഇവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും വർഷങ്ങൾക്കിപ്പുറവും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഐഷയുടെയും റോസമ്മയുടെയും തൊട്ട അയൽവാസിയായ ഐഷയുടെ വീടിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ കണ്ട റിട്ടയർഡ് അധ്യാപികയായ എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് സെയിം മോഡസ് ആണ്, മറ്റ് കേസുകളോട് അതേ രീതിയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ ഇവിടെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ്, അദ്ദേഹവും സർക്കാർ ജീവനക്കാരനായിരുന്നു. ടീച്ചർ ആ ഘട്ടത്തിൽ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. റിട്ടയർഡ് അധ്യാപികയായ ടീച്ചറെയാണ് ഈ 2012 കാലയളവിൽ സെബാസ്റ്റ്യൻ സമീപിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് ആദ്യമായി സെബാസ്റ്റ്യനെ കാണുന്നത് ഈ റോസമ്മയുടെ വീടിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിലൂടെ നേരെ കാണുമ്പോൾ അവിടെ ആ റോസമ്മയുടെ വീട്ടിൽ നിന്നാൽ തന്നെ ടീച്ചറുടെ വീട് നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടിപ്പുറത്താണ് പുതിയതായി ഐഷ വാങ്ങി, അതായത് ഐഷ സ്ഥലം എഴുതുന്നതിന് മുമ്പ് തന്നെ ഐഷയുടെ ബന്ധുവിന്റെ സ്ഥലമായതുകൊണ്ട് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും വീടിന്റെ നടുക്കായാണ് ഈ നമ്മളോട് ഇപ്പൊ സംസാരിച്ച എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക താമസിക്കുന്നത്. ആ അധ്യാപികയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ടീച്ചറും അവിടെ അന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഈ ടീച്ചർ അസ്വാഭാവികമായി, അതായത് ഈ റോസമ്മയുടെ പുരയിടത്തിൽ അസ്വാഭാവികമായി കുഴിയെടുത്ത് JCB ഉപയോഗിച്ച് കുഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ടീച്ചർ അവിടെ ചെന്ന് ചോദിക്കുന്നത്, ഇത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ അരപ്രൈസിൽ സെബാസ്റ്റ്യൻ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. മാത്രമല്ല സെബാസ്റ്റ്യൻ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ടീച്ചർ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ JCB ഉപയോഗിച്ച് മരത്തിന്റെ കുറ്റികൾ പിഴിയുകയാണ് എന്നുള്ള മറുപടിയാണ് അയാൾ നൽകിയതെന്നാണ്. പക്ഷേ ടീച്ചർ പറഞ്ഞത് ഒരു അസ്വാഭാവികമായ ഒരു രീതിയിലാണ് അത് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയാണ്. അതായത് ടീച്ചർ പറഞ്ഞത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഇയാൾ ടീച്ചർ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ അതിനകത്ത് ടീച്ചർക്ക് ഒരു അതൃപ്തി തോന്നി ടീച്ചർ മടങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുന്ന ഇയാൾ വ്യക്തമാക്കുന്നത് ടീച്ചർക്ക് പുതിയൊരു ഓഫർ ഇയാൾ വെക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ടീച്ചറെ കുറിച്ച് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് മരിച്ചുപോയി, ടീച്ചർക്കും അത്തരത്തിലുള്ള വരുമാനങ്ങളും ഒക്കെയുള്ള ആളാണ്, രണ്ടുപേരും റിട്ടയർഡ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ഒരു അധ്യാപിക കൂടിയാണ്. അവരുടെ വീട്ടിലേക്കാണ് സെബാസ്റ്റ്യൻ ചെല്ലുന്നത്. ചെന്നിട്ടാണ് പറയുന്നത്
ടീച്ചറിനോട് പറയുന്നത്, ടീച്ചർ എന്തിനാണ് ഇവിടെ വഴി പ്രശ്നമൊക്കെ ഉള്ള സ്ഥലത്ത്, കാരണം ഈ റോസമ്മയുടെ ഒക്കെ പുരയിടം കഴിഞ്ഞു വേണം ഇങ്ങോട്ട് വരാൻ, അപ്പൊ ആ പ്രശ്നമുള്ള ടീച്ചർ ഇത്ര അസൗകര്യത്തിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ, ടീച്ചർക്ക് ഞാനൊരു പുതിയ സ്ഥലം വാങ്ങി നൽകാം, ഈ പുരയിടം എടുത്തിട്ട് മറ്റൊരു പുതിയ സ്ഥലം ടീച്ചർക്കായി വാങ്ങി നൽകാം. സെയിം റോസമ്മയെ സമീപിച്ചത് അങ്ങനെ തന്നെയാണ്. ബിന്ദു പത്മനാഭനെ ഈ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് ബിന്ദുവിന്റെയും വിശ്വസ്തനായി ഇയാൾ മാറുന്നത്. അതേ മോഡസിൽ തന്നെയാണ് ഈ അധ്യാപികയും സമീപിച്ചത് എന്നുള്ളത് ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇയാൾ പറഞ്ഞൊരു സ്വാധീനിക്കാൻ വേണ്ടി പറഞ്ഞ വിശ്വാസിയൊക്കെ കൂടിയായ ടീച്ചറോട് പറഞ്ഞു, ഹൈവേയുടെ സൈഡിൽ പള്ളിപ്പുറത്തെ പള്ളിയോട് ചേർന്ന് ടീച്ചർക്ക് ഈ നല്ല ഭൂമി വാങ്ങി നൽകാം എന്നുള്ള ഒരു ഓഫറായിരുന്നു ഇയാൾ വെച്ചത്. പിന്നീട് ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ടീച്ചർക്ക് ഏകദേശം ഇയാളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം റോസമ്മയുടെ വീട്ടിൽ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, രാത്രിയും പകലും ഒക്കെ വന്നു പോയിരുന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ടീച്ചർ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഇയാള് വളരെ മോശക്കാരനായ ഒരാളാണ് എന്ന് മനസ്സിലാക്കി തുടർന്ന് ടീച്ചർ ആ വന്ന ഘട്ടത്തിൽ തന്നെ ഇയാളെ ഒഴിവാക്കി വിടുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇരകളെ അപ്രോച്ച് ചെയ്യുന്ന അതേ രീതിയിൽ ടീച്ചറെയും ഇയാൾ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിട്ടയർഡ് അധ്യാപികയുടെ വാക്കുകൾ. അഭിലാഷ്. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതായത് സെബാസ്റ്റ്യൻ എന്നത് വളരെ കൃത്യമായി സെബാസ്റ്റ്യൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളെ അടക്കം ഈ ചതിക്കുഴിയിലേക്ക് ചാടിച്ചിട്ടുള്ളത് എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പോലീസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരണ്യ, ഇനിയിപ്പോൾ നിർണായകമാകുന്ന പരിശോധനകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ മിസ്സിംഗ് കേസുകൾ എല്ലാം തന്നെ കണക്ട് ചെയ്യാനാണ് പോലീസ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യനെ ഈ ഇടങ്ങളിൽ ഒക്കെ എത്തിച്ച് തെളിവെടുക്കുവാനുള്ള ശ്രമം. അതേസമയം സെബാസ്റ്റ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹ രോഗം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടല്ലോ. അപ്പോൾ ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക് ഏത് നിലയിലാകുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാം. അഭിലാഷ്, നമ്മളെ പുറത്തുവിട്ട നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് അവർ ഈ വിശദമായി ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ പോലും ഒരു ഘട്ടത്തിലും സെബാസ്റ്റ്യനെ വളരെ സ്ട്രോങ് ആയി ഈ ഐഷയുടെ തിരോധാന കേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു റോസമ്മയുടേത് എന്നുള്ളതാണ്. നമ്മൾ റോസമ്മയോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും റോസമ്മയിൽ നിന്ന് വിവരം തേടിയിട്ടുണ്ട്. ഈ കേസുകൾ, ഈ തിരോധാന കേസുകളിലൊക്കെ ഏറ്റവും സെബാസ്റ്റ്യൻ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു പിക്ചർ നൽകുന്ന ഒരാളാണ് റോസമ്മ. ഈ കേസിനകത്ത് ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് റോസമ്മ എന്നുള്ളതാണ്. അതുകൂടാണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിട്ടയർഡ് അധ്യാപിക, അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള റിട്ടയർഡ് അധ്യാപികയുടെ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇവരൊക്കെ തന്നെ ഈ കേസിൽ സഹായിക്കും. അന്വേഷണ സംഘം ഇതിനെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ഒരു വാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന ഒരു കേസുകളാണ് ബിന്ദു പത്മനാഭൻ തിരോധാനമാണെങ്കിലും ഐഷ കേസുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പം വഴി തുറക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ എല്ലാ കേസുകളുടെയും പ്രശ്നം കാലപ്പഴക്കം തന്നെയാണ്. 2012 ഐഷായെ കാണുന്നില്ല എന്ന് പറഞ്ഞ തിരോധാന കേസ് ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരുടെ മുമ്പിൽ ബിന്ദു പത്മനാഭൻ എന്നൊരു കേസേ ഇല്ല എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ 2006 മുതൽ മിസ്സിംഗ് ആയ ബിന്ദു പത്മനാഭനെ കുറിച്ച് സഹോദരൻ പരാതി നൽകുന്നത് 2017 അപ്പൊ അത്രയും കാലയളവിൽ സുരക്ഷിതനായിരിക്കുകയും ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാനാകുമെന്ന് കൃത്യമായി സാമ്പത്തിക ശേഷി ഉൾപ്പെടെ ബിന്ദുവിന്റെ സ്വത്തുക്കൾ വിറ്റ് സാമ്പത്തിക ശേഷി ഉൾപ്പെടെ കൈവരിച്ച സെബാസ്റ്റ്യൻ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ നാർക്കോ അനാലിസിസ് ടെസ്റ്റിലേക്ക് വിധേയനാക്കണമെന്ന് അന്വേഷണ സംഘം പറഞ്ഞ സമയത്ത് പോലും അയാൾ കൃത്യമായി കോടതിയെ സമീപിച്ച് തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പിടിവള്ളി ജൈനമ്മ കേസാണ്. നമ്മളോട് കഴിഞ്ഞ ദിവസം ജ്വല്ലറി ഉടമ വെളിപ്പെടുത്തിയതുപോലെ തന്നെ കൃത്യമായി സെബാസ്റ്റ്യൻ വന്ന് വിറ്റു, സെബാസ്റ്റ്യൻ തന്നെ നേരിട്ട് വന്ന് വിറ്റു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അയാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിടുകയും ചെയ്തു. ആ ജ്വല്ലറി ഉടമ പറഞ്ഞ നിർണായകമായ കാര്യങ്ങൾ ജൈനമ്മ 24-നും മിസ്സിംഗ് ആകുന്ന 24-നും 30-നും ഇടയിൽ എത്തിയെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സെബാസ്റ്റ്യന്റെ വീടാണ്. ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സെബാസ്റ്റ്യനുമായി എത്തും, നിർണായകമായ വിവരങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. വീടിനകത്ത് ഒരു മുറി മാത്രം ടൈൽ ഉപയോഗിച്ച് മറ്റു മുറികളെല്ലാം ടൈലാണ്, ഒരു മുറി മാത്രമാണ് ഈ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് മാറ്റിയിട്ടുള്ളത്.
ആ മുറിയിലടക്കം പരിശോധനയുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കാനായി പോലീസ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട്. കാരണം NCSSന്റെ സഹായത്തോടു കൂടി അവരുടെ ഒരു സ്കാനേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 25 മീറ്റർ താഴത്തേക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി തന്നെ 25 മീറ്റർ താഴത്തേക്ക് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടുള്ള പരിശോധനയ്ക്കൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം ഒരുപക്ഷെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ NCSSനെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്ന രണ്ടാമത്തെ കേസാണ് കേരളത്തിലെ തന്നെ. കാരണം ആദ്യം ഇതുപോലെ തന്നെ പള്ളിപ്പുറത്ത് ഒരു മിസ്സിംഗ് കേസായിരുന്നു, ഒരു 15 വയസ്സുകാരന്റെ. അതിനുശേഷമാണ് ഈ കേസിലേക്ക് വരുന്നത്. പിന്നെ ഇതിലൊരു സ്കോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട് ഭയങ്കരമായി സംശയാസ്പദമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ അവർ പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ പള്ളിപ്പുറം തിരോധാന കേസുകളിൽ ഇന്ന് മുഖ്യപ്രതി സെബാസ്റ്റ്യനുമായി ഇവിടേക്കെത്തും. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ കോമ്പൗണ്ടിലാണ്. അത് തന്നെ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പഴക്കമുള്ളവയാണ്. എന്തായാലും ആ അടുത്ത നിമിഷങ്ങൾ തന്നെ, വരുന്ന മണിക്കൂറുകൾ തന്നെ നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാകും. തീർച്ചയായും അത് തന്നെയാണ് പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുക്കുന്നു. ആ സെബാസ്റ്റ്യനെ എത്തിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കൃത്യമായ ഡേറ്റകളും വിവരങ്ങളും ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യും.